യു.ഡി.എഫ് സർക്കാരിൻ്റെ അഭിമാന ഗ്യാരണ്ടി അല്ലെങ്കിൽ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പ്രധാനമായും നമ്മുടെ സ്ത്രീകൾ അല്ലെങ്കിൽ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന ഒന്നാണ് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളത്. ഇപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ നമ്മളോട് വകുപ്പ് മന്ത്രി തന്നെയാണുള്ളത്. ന്യൂസ് മലയാളത്തോട് ചേരുന്നത്. ഇപ്പോഴും ഒരു അവ്യക്തത തന്നെയാണ്. അത്തരത്തിൽ ഈ സ്ത്രീകളുടെ ഈ പദ്ധതി എന്ന് നടപ്പിലാകും, ഇത് പൂർണ്ണമായും വിജയകരമാകുമോ എന്നുള്ളതൊക്കെ ആർക്കും അവ്യക്തതയില്ല. ജൂൺ 15-ാം തീയതി ഇന്ദിരാ ഗ്യാരണ്ടി KSRTC നടപ്പാക്കും. അതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് കുറച്ച് ദിവസം എടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 15-ാം തീയതി സ്ത്രീകൾക്ക് ഇന്നില്ലാത്ത ആനുകൂല്യം, ഇതുവരെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ആനുകൂല്യം കേരളത്തിൽ ലഭിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് ആ ദിവസങ്ങൾക്ക് തൊട്ട് മുമ്പായിട്ടും ഇപ്പോൾ നയപ്രഖ്യാപനം വരുന്നുണ്ട്. ആ നയപ്രഖ്യാപനത്തിൽ ഗവർണർ ഈ വിഷയം സംസാരിക്കും. അതിനുശേഷം അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇറങ്ങും. മിനിസ്റ്റർ, ഈ വകുപ്പ് മേധാവികളുമായിട്ടൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടന്നു. അപ്പോൾ അതിലെന്തായിരുന്നു പ്രധാന തീരുമാനം? നിരന്തരമായിട്ടുള്ള ചർച്ച നടക്കും. ഇന്ന് 4 മണിക്കും KSRTC MD എൻ്റെ ഓഫീസിലെത്തുന്നുണ്ട്. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട് സെക്രട്ടറി ആയിട്ടും അതുപോലെ തന്നെ മറ്റ് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ടും അവരുടെ അടുത്തുള്ള ഒഫീഷ്യൽസായിട്ടും ഒക്കെ സംസാരം നടക്കുകയാണ്. സംസാരമല്ല, ഡിസ്കഷൻ നടത്തി ഒരു സ്കീം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം അതിനെ തുടർന്ന് ചർച്ചയുണ്ട്. അതെ, അത് എല്ലാ ദിവസവും ഉണ്ട്. അതിപ്പോൾ വേറെ ചർച്ച എന്ന് അവസാനിക്കും. ചർച്ചയല്ല അത് നമ്മൾ മാധ്യമങ്ങളല്ലല്ലോ ചർച്ച ചെയ്യാൻ. നോ പ്രോബ്ലം. ഇതൊരു ഗവൺമെൻറ് അല്ലേ, അപ്പോൾ നമ്മൾ ഒഫീഷ്യലും മിനിസ്റ്ററുമായിട്ട് നടക്കുന്നത് ചർച്ചയല്ല, ഇറ്റ്സ് എ മീറ്റിംഗ്. മിനിസ്റ്റർ, മറ്റൊരു കാര്യം, സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവർ ചോദിക്കുന്നത് എല്ലാ ബസ്സുകളിലും ഇത്തരത്തിൽ സൗജന്യ യാത്രയുണ്ടോ, അതോ സെലക്റ്റഡ് ബസ് ആയിരിക്കുമോ? ഇതിൽ എത്ര ദൂരം നമുക്ക് സൗജന്യമായി യാത്ര ചെയ്യാം? അതിനൊക്കെ വേണ്ടിയാണ് ഈ സമയം എടുക്കുന്നത്. ഓരോന്ന് ചെയ്യുകയാണെങ്കിലും സിനാറിയോ 1 എല്ലാവർക്കും എല്ലാ ബസ്സിലും കൊടുത്താൽ ഇന്നത് അങ്ങനെ ഓരോ ഇതുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സ്ത്രീകൾക്കിടയിൽ വിഭജനം ഉണ്ടാവില്ല. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇനിയും ദിവസങ്ങൾ എടുക്കുമല്ലോ. ഇന്നിപ്പോൾ ഇത്രയല്ലേ ആയിട്ടുള്ളൂ ദിവസം. 22 ആയിട്ടുള്ളൂ, 15 നമ്മൾ പറഞ്ഞിട്ടുള്ളത്. യു കം ടു മീറ്റ് എനി ടൈം. മിനിസ്റ്റർ, മറ്റൊരു കാര്യം, ഈ KSRTCയിൽ ഇത്തരത്തിൽ നമ്മൾ കൂടുതൽ യാത്രക്കാർ സ്ത്രീകളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സൗജന്യമായ യാത്ര നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ തീർച്ചയായും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. അപ്പോൾ അതിനെങ്ങനെയാണ് KSRTC, ഇപ്പോൾ KSRTC തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഇത്ര കണക്കനുസരിച്ച് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ട് മന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത്? അതിപ്പോൾ ഒരു പൊതുകാര്യം പറയാം. അതായത് ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം അത് ജനങ്ങൾക്ക് വേണ്ടത്ര കിട്ടുന്നില്ല. ഇനി കിട്ടുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്, അവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ചും നമ്മുടെ സാധാരണക്കാരികളായ സ്ത്രീകൾ തൊഴിലിടങ്ങളിലേക്ക് പോവുകയും ആശുപത്രികളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന സ്ത്രീകളാണല്ലോ. അപ്പോൾ അവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അത്രയും വലിയ ഭാരമാണ് അവർക്കുള്ളത്. ഞങ്ങൾ കാണുന്നത് ഇതിൽ കൂടെ പല കാര്യങ്ങളാണ് കാണുന്നത്. വാസ്തവത്തിൽ ഒരു സ്ത്രീ സ്ഥിരമായി ഒരു തൊഴിലിടത്തേക്ക് പോകുന്ന ഒരു സ്ത്രീയെ സങ്കല്പിക്കുക. ഒരു മാധ്യമ പ്രവർത്തകയാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡൊമസ്റ്റിക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വനിതയാവട്ടെ, അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ നിൽക്കുന്ന എംപ്ലോയി ആവട്ടെ, അവരെല്ലാ ദിവസവും പോകുമല്ലോ, വെറുതെ വല്ലപ്പോഴും കയറുകയല്ലല്ലോ. അപ്പോൾ ഒരു 25 ദിവസം അവർ പോകുന്നു. 50 രൂപ അവർക്ക് ചിലവ് വരുന്നുണ്ട് ഇരിക്കട്ടെ. അപ്പോൾ 1000 രൂപയിലധികം അവർക്ക് ലാഭിക്കാമല്ലോ, അല്ലേ? അല്ല മിനിസ്റ്റർ, ഈ KSRTCക്ക് എങ്ങനെയാണ് ലാഭം ഉണ്ടാകുക എന്നുള്ളതാണ് ചോദ്യം. ഒരു മിനിറ്റ്, KSRTC മാത്രമല്ല, നമ്മൾ കേരളത്തെക്കുറിച്ചല്ലേ ചിന്തിക്കുന്നത്. നമ്മൾ ആശാ വർക്കർമാർക്ക് പൈസ കൂട്ടി കൊടുത്തുകൊണ്ട് ഗവൺമെന്റിന് ലാഭം എന്നുള്ള അർത്ഥത്തിൽ വല്ലതും ഇല്ലല്ലോ. അല്ല മിനിസ്റ്റർ, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, KSRTCയിലും ജീവനക്കാരുണ്ട്, അവർക്ക് പെൻഷനും ശമ്പളവും മുടങ്ങാത്ത തരത്തിലുള്ള കൊടുക്കും. ഇപ്പം ഞാൻ വരുന്നത് അത് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. പെൻഷൻ കൊടുക്കാനുള്ള സിസ്റ്റം കോപ്പറേറ്റീവ് സൊസൈറ്റികളുമായിട്ടുണ്ട്. അതൊക്കെ ഇന്നിപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. KSRTCക്ക് യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും KSRTC ജീവനക്കാർ ഇതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. മാത്രമല്ല KSRTC എന്നുള്ള പേര് ഇതോടുകൂടി ഭയങ്കരമായിട്ട് പൊങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ യൂണിയനുകളുമായിട്ട് ഒരു തർക്കമില്ല. മീനിങ് യൂണിയനുകൾക്ക് എപ്പോഴും മാനേജ്മെൻറ്റായിട്ട് സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്യാം. യൂണിയനുമായിട്ടുള്ളൊരു കോൺഫ്രണ്ടേഷന് ഞങ്ങൾ ഇല്ല.
മിനിസ്റ്റർ, മറ്റൊരു കാര്യം, ഈ പ്രൈവറ്റ് ബസ് ഉടമകൾക്ക് അല്ലെങ്കിൽ അവർക്ക് വലിയ തരത്തിലൊരു ഈ പദ്ധതി നടപ്പിലാക്കിയാൽ അവർക്കൊരു വലിയ നഷ്ടമുണ്ടാകും. അവരുടെ മുന്നോട്ടുള്ള ജീവിതം അവരുമായി ഒരു ചർച്ച നടത്തിയിരുന്നു. ഇനി പ്രൈവറ്റ് ബസ് എന്നുള്ളതിനേക്കാളും ഞാൻ പണ്ട് തൊട്ടേ പറയുന്ന ഒരു കാര്യം, പബ്ലിക് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റേഴ്സാണ് അവരും പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലേ. അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കാണും. അവർ നമ്മുടെ ശത്രുക്കളല്ല. KSRTCയെ നശിപ്പിക്കുന്ന ഒരു എന്താ പറയുക, നമ്മുടെ നെല്ലിനിടയിൽ വളരുന്ന ഒരു കളയാണ് എന്നൊന്നും അഭിപ്രായമില്ല. അവരും പബ്ലിക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, നമ്മൾ സ്റ്റേറ്റും പബ്ലിക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. രണ്ട് കൂട്ടരും ഇവിടെ ഉണ്ട് കാലാകാലമായിട്ട്. അൺഫോർച്ചുനേറ്റ്ലി 30,000 ബസ്സുകൾ നമ്മുടെ സ്റ്റേറ്റ് അല്ലാതെ ഓൺ ചെയ്തിരുന്നു. സ്റ്റേറ്റ് ഒരു 5,000-6,000 ചെയ്തിരുന്നു. അപ്പോൾ ഒരു 35,000 എളുപ്പത്തിൽ വിചാരിക്കാം. ഇന്നിപ്പോൾ അത് 10,000 ഉള്ളൂ. പബ്ലിക് ട്രാൻസ്പോർട്ട് 1/3 ഇതാണ് കുറേ വർഷം കൊണ്ടുണ്ടായിട്ടുള്ളത്. ഇത് മുഴുവൻ പിണറായി വിജയനാണ് ഉത്തരവാദി എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതാണ് ഫാക്റ്റ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ അങ്ങനെ തന്നെയാണ് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് യാതൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കാതെ അടുത്ത മാസം 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് തന്നെയാണ് മന്ത്രി ഇപ്പോഴും ഉറപ്പു നൽകുന്നത്.